ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിക്ക് മുമ്പ് വീഡിയോ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് വിഷുവിനായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ഇമോഷണലായിരുന്നു, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇമോഷണലൊക്കെ ആയി. ഇപ്പം എൻ്റെ മുഖം ഇത്തിരി ഡള്ളായിരിക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സന്തോഷത്തിലാണ്. സന്തോഷക്കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെന്താണ് ലിജി പറയും. ഇപ്പോൾ ഞങ്ങൾ വന്നത് വേറെ ഒന്നല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ കണ്ടില്ലേ, 1.5 വയസ്സായ കൊച്ചിന് ഒരു ചെറിയ പിഞ്ച് കുഞ്ഞിനെ കാണിച്ചു കൂട്ടിയ ക്രൂരത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനൊക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളൊക്കെ നമ്മളെ മക്കളെ സത്യം പറഞ്ഞാൽ ഒരു ഈർക്കിൽ പോലും എടുത്ത് അടിച്ചിട്ടില്ല ഞങ്ങൾ. അവര് പിന്നീട് അല്ല നമ്മള് നല്ല സ്നേഹത്തിലോ അല്ല അവരൊക്കെ നമ്മള് അടിക്കാന്ന് വെച്ചാൽ നമ്മളത് അടിക്കണേന് തുല്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. നമുക്ക് വേദനിക്കും, മക്കളെ തല്ലുമ്പോഴൊക്കെ നമുക്ക് വേദനിക്കും. എന്തെങ്കിലും കുറുമ്പെടുത്ത് തല്ലിയാൽ തന്നെ രാത്രി ഇരുന്ന് കരയുന്നു. അല്ല അതേപോലെ നമ്മൾ തല്ലിയിട്ടില്ല എന്നുള്ളതല്ല, എന്നാലും നമ്മൾ അതേപോലെ നമ്മളെ മക്കൾ അതേപോലെ ഞങ്ങൾ മാത്രം കേട്ടോ, മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതേപോലെയുള്ള ആൾക്കാരൊന്നും വെറുതെ വിടരുത്. ഇതേപോലെയുള്ള ആൾക്കാർ ഒരിക്കലും വെറുതെ വിടരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ച് ബാത്റൂമിൽ നിന്ന് ഒരു കൊച്ചിനെടുത്ത് വലിച്ചെറിയുക, എന്തൊക്കെയാണ് നടക്കുന്നത് നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കൊച്ചിന്റെ മുഖം കാണുമ്പോഴേ വിഷമാവല്ലേ. പിന്നെ എന്താണത്, രണ്ട് കൈ പ്ലാസ്റ്റിക് ഇട്ട് ഇരിക്കുമ്പോ തന്നെ നമുക്കൊരു സങ്കടം വരും മക്കളെ. അപ്പൊ അങ്ങനൊക്കെ അവരൊക്കെ ശരിക്കും നല്ലൊരു നിയമ നടപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീറ്റ് പോറ്റാൻ പാടില്ല. ഇവരെ ഇട്ട് ഇങ്ങനെ തീറ്റ് പോറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് ഒരു ഇത്ര ദിവസം കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ വിജയ് സർക്കാർ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ട് ഇപ്പോൾ 90 ദിവസം കൊണ്ടൊക്കെയാണ് ഇപ്പോൾ പല കേസുകളും 90 ദിവസം കൊണ്ടാണ് എല്ലാം അതിൻ്റെ വിചാരണ പൂർത്തിയാക്കുന്നത്. അതേപോലെ പെട്ടെന്ന് വിചാരണ ഒക്കെ പൂർത്തിയാക്കി 2 എണ്ണത്തിനങ്ങോട്ട് തൂക്കിക്കൊല്ല, അത്രേ ഉള്ളൂ. അതൊക്കെ അതിനപ്പുറത്തേക്ക് വേറെ ചിന്തിക്കാൻ പാടില്ല. ശിക്ഷ കിട്ടുമ്പോൾ പിന്നെ ആൾക്കാർ ചിന്തിക്കും, എനിക്ക് ആ ശിക്ഷ കിട്ടണതിൻ്റെ പേരിൽ. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ എന്താണ് കൂടുതലും ഈ ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഠിനമായ ശിക്ഷയാണ്. ആ ശിക്ഷയെ പേടിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളായാലും ഇവിടുത്തെ ജനങ്ങളായാലും എന്ന് വെച്ചാൽ ഇവിടെ അത്ര ശിക്ഷയാണ് അതെല്ലാവർക്കും. ഇവിടുത്തെ ഈ സ്വദേശിയായാലും വിദേശിയായാലും അവർ കഠിനമായ ശിക്ഷ കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നീട്ടിക്കൊണ്ടൊന്നും പോകില്ലേ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ ഈ കേസിൻ്റെ പിന്നിൽ കൂടി ഇങ്ങനെ പോയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഇല്ലാതാക്കി പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഈ 2 എണ്ണത്തിനെയാണ് തൂക്കിക്കൊല്ലാണ്ട് വിധിക്കുക. ഇനി അല്ലെങ്കിൽ നാളെ ഇതേപോലെ വീണ്ടും ഉണ്ടാവും. നാളെ ഇനിയും ഇതുപോലെ വീണ്ടും വന്നിരിക്കും നമ്മുടെ നാട്ടിൽ. അത് നമ്മളിത് കേൾക്കും ഇനി. അല്ലെങ്കിൽ ഓരോരുത്തരെ കാണുമ്പോ ഇപ്പൊ മാറും, നല്ല സ്വഭാവം എവിടെ ഒരു ദിവസം ഇപ്പൊ ആ കൊച്ചിന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഈ കൊച്ചിന് എന്തോരം കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ട്, അതിൻ്റെയൊക്കെ കൊന്ത് വിഷമമായിരിക്കുള്ളൂ. അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെല്ലാം അതിന്റെ അച്ഛന്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും എടുക്കാൻ തയ്യാറായിട്ടും കൊടുക്കാതെ കണ്ട് കൊച്ചു കുഞ്ഞിനൊക്കെ കൊച്ചു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ വെച്ചാൽ അവൻ്റെ ഒക്കെ മനസ്സെന്താ, തള്ളരെന്താന്നൊക്കെ മനസ്സെന്തൊട്ട. കാരണം സ്വന്തം പിതാവല്ല എങ്കിലും പിന്നെ നമുക്ക് ഇത്രയും വിഷമമുണ്ട്, ഇത്രയും ദേഷ്യം. എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്താ വരുന്ന അറിയില്ല. എനിക്ക് നിസ്സാരം കിട്ടിയ മതി, ഞാൻ എന്തും കരയും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കരഞ്ഞു. എനിക്ക് കരച്ചിൽ, എനിക്ക് ദേഷ്യം കരച്ചിൽ വരില്ല കേട്ടോ. അങ്ങനെ
ചേട്ടന് എനിക്ക് ദേഷ്യം കരച്ചില് ദേഷ്യം ഇരിക്കും. എനിക്ക് പല ദേഷ്യം ആൾക്കാരും ഈ പല കാര്യങ്ങളൊക്കെ ടൈപ്പല്ലേ. വരുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. കാരണം ഞാനങ്ങനെയല്ല വെച്ചാൽ കേട്ടാ, എനിക്ക് ഞാൻ ഈ സാര കാര്യത്തിനും കരയും. ചിലപ്പോ ചേട്ടൻ നോക്കിയാൽ മതി, അപ്പൊ ചിലപ്പോ ഞാൻ കരയും. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് എന്നാ ചേട്ടൻ ചീത്തറിയും, കരയുന്നു. ഇതിന്റെ അല്ല കേട്ടാ, വേറെ എന്തെങ്കിലും ഇതായാലും ഞാൻ വേഗം കരയും. എന്താണോ ഞാൻ കൊറേ അത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും, ഇപ്പൊ എനിക്ക് കരയല്ലേ, ഞാൻ കരയും. കരച്ചിലെന്താ കൂടപ്പിറപ്പായിപ്പത്. പിന്നെ അപ്പോൾ ഇത് നല്ലൊരു നിയമം ത്തോടുകൂടി ആയ കുട്ടീനെ ഈ ക്രൂരമായിട്ട് ഇതേപോലൊക്കെ ചെയ്തിട്ടുള്ള മാതാപിതാക്കളെന്നല്ല കേട്ടോ, ആരായാലും കൊച്ചു കുട്ടികളുടെ മേലെ കൈ വെച്ചെടുത്തൻ്റെ വെറുതെ വിടരുത്. അവൻ ആ സ്പോട്ടിൽ, അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു 100 ദിവസം പോലും പിന്നിടാൻ പാടില്ല. അതിക്ക് മുമ്പ് ശിക്ഷ വിധിച്ചിരിക്കണം. അങ്ങനെ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലാതാവും. ഈ ശിക്ഷ നീണ്ടു പോകുമ്പോഴാണ് വെച്ചാൽ 1 വർഷം 2 വർഷം 5 വർഷം 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ട് ശിക്ഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതായത് ആ സ്പോട്ടിൽ അത് തന്നെ. അത് മാത്രല്ല മറന്നു പോകും ജനങ്ങൾ. ഇവിടെ ഇപ്പൊ ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഗൾഫ് നാടുകളിലായാലും ഇത് തൂക്കിക്കൊല്ലാനായാലും വിധിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് സ്വകാര്യമായിട്ടല്ല ചെയ്യുന്നത്. സ്വകാര്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് തൂക്കിക്കൊല്ലല്ല, ആൾക്കാർ കാണും വിധത്തിൽ ആൾക്കാർ കാണാൻ പറ്റും തൂക്കിക്കൊല്ലുന്നത്. കാരണം എന്താ വെച്ചാൽ കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. പൊതുജനങ്ങൾ അത് വെച്ചാൽ എല്ലാവരും ഭയങ്കര സ്ഥലത്തല്ല, കുറച്ച് ഒരു ഇതിൻ്റെ തൂക്കിക്കൊല്ലുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ സ്ഥലത്ത് അവിടെ ആൾക്കാർ കാണാൻ പറ്റും. അല്ലാണ്ട് അത് എന്തിനാണ് കാണിക്കണമെന്നറിയാം. അത് നാളെ ഇതേപോലെ തെറ്റ് ചെയ്ത നമ്മൾ എന്നെ ഇതേപോലെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ എന്നെ ഇതേപോലെ ചെയ്യും എന്നുള്ള ഒരു ചിന്ത വരും. അല്ലാണ്ട് ഒരുപാട് പബ്ലിക്കിൻ്റെ ഇടയില അതിൻ്റെ ഒരു ഇത് തൂക്കിക്കൊല്ലുന്ന സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ കവറിങ് ഒന്നുമില്ല, അവിടെ ക്രെയിനിൽ വെച്ചാൽ ക്രെയിനിലാണ്. അതുണ്ടായിരുന്നു ഒരാള് അത് എന്നിട്ടാണ് ഡ്രഗ്സ്, ഇവിടെ ഡ്രഗ്സിന്റെ പോലും തൂക്കിക്കൊല്ലുന്ന ഒരു നാടാണ്. അതല്ല നാട്ടിലിപ്പോ എന്താ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ, അതെല്ലാം തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ആരാണിപ്പോ ഇതിന് സപ്പോർട്ട്, ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഗവൺമെൻറ്റും അതേപോലെ ഭരണകൂടം, നമ്മളുടെ നീതിന്യായ കോടതി ഞങ്ങൾ അപേക്ഷിക്കണം കേട്ടോ, ഇത്തരത്തിലുള്ള ഒന്നും അധികം നാൾ നീട്ടിക്കൊണ്ടു പോകരുത്. അവരൊക്കെ ഒട്ടന്നെ തന്നെ പെട്ടെന്ന് അധികം കാലം തെളിവെടുപ്പെന്നും പറഞ്ഞ് നടന്ന് കൊണ്ടു നടക്കാതെ സ്പോട്ടിൽ ഇവരെ തൂക്കിക്കൊന്നങ്ങോട്ട് കൊടുക്കുക, ആൾക്കാർ കാണാം. അപ്പോൾ നാളെ വീണ്ടും ഇതേപോലെ ചെയ്യാൻ നിൽക്കുന്നവരെ ഒരു കുറച്ചെങ്കിലും ശതമാനമെങ്കിലും കുറഞ്ഞു കിട്ടും. അത്രയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അന്ന് ഞങ്ങൾ ഇതേപോലെ വന്ന വിഷുവിനല്ലേ നമ്മൾ ഇതേപോലെ വീഡിയോ ഇട്ട്, വിഷുവിനാണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വിഷുവിനാണ് വീഡിയോ ഇട്ട്. അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കര വിഷമമായി. അങ്ങനെ നമുക്ക് വിഷമം അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മുഖത്ത് അത് ആയി എന്നാണ് തോന്നുന്നത്. ഇപ്പം എൻ്റെ മുഖം ഉറക്കത്തിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഒരു കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷത്തിലാണ്. കാരണം എനിക്ക് ഇരട്ടി സന്തോഷമാണ്. എന്താണെന്നറിയാം, അത് വെച്ചാൽ 3 മാസം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ പോകാൻ നിൽക്കരുത്, വിസിറ്റിങ്ങിനെ കൊണ്ടുവന്നേ. അപ്പോൾ 3 മാസമുള്ള നമ്മളെ വിസിറ്റിങ്, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ യുദ്ധം വന്നത്. യുദ്ധം വന്ന സമയത്ത് പോണതിൻ്റെ 2 ദിവസം മുമ്പ്, ഒരു ദിവസം മുമ്പാണ് ഈ യുദ്ധം വന്നത്. അപ്പോൾ പോകാൻ പറ്റില്ല. വീണ്ടും 3 മാസം ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലിജിപ്പോ നാട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അതിനാണ് ഞാൻ സെറ്റപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വിചാരം ഞാൻ 3 മാസത്തിന് വന്നതാണെന്നാണ്. ഞാൻ 3 മാസത്തിന് വന്നതല്ല, ഞാൻ
സ്ഥിരം ചേട്ടൻ ക്യാൻസൽ ചെയ്ത് ഇവിടെ പോണവരെ ഞാനല്ല കേട്ടോ, ചേട്ടന്റെ തീരുമാനമാണ്. എൻ്റെ ഇത് നമുക്ക് ഇഷ്ടമല്ല. ഞാനും പറഞ്ഞു അങ്ങനെ തന്നെ മതിയല്ലോ. ഇനി വേറെ നമുക്ക് വേറെ നാട്ടിലല്ലോ. നാട്ടില് മോനും മോളും സെറ്റിലുണ്ട്. അല്ല അവരവിടെ ഉണ്ട്. അല്ല മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വേറെ ഇതൊന്നുമില്ല, നമുക്ക് വേറെ പ്രശ്നമുള്ള കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ബാധ്യത നമ്മളെയൊക്കെ തന്നെ ചെയ്ത് തീർക്കുക, അതുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഇനി ഒരു വീട് വെക്കാനോ അതൊക്കെയല്ല നമുക്ക് മെയിനായിട്ട്. വീടും ഉണ്ട്, കാറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ ഉള്ളത്, വേറെ നമുക്ക് എന്താണ് കുറച്ച് ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയി. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം ഇവിടെ നിൽക്കുക, നാട്ടിൽ പോവുക, 1 മാസം നിൽക്കുക, വീണ്ടും കൊണ്ടുവരാം, വിസ എടുത്ത് കൊണ്ടുവരാം വിസിറ്റിങ്ങിന്. അല്ലാണ്ട് എനിക്കിപ്പോൾ ഹൈ സാലറി ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്കിവിടെ ഫാമിലി വിസ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കങ്ങനെ അധികം വലിയ സാലറി ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇതേവരെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഇവിടെ റൂം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ എന്താ റേറ്റ്. ഒരു ചെറിയ റൂമിന് തന്നെ ഇവിടെ റേറ്റ് ഉണ്ട്. അല്ല അതങ്ങനെയാണ് എല്ലാവരും ഇവിടെ എല്ലാവർക്കും അറിയാലോ, നാട്ടില് അറിയാം. ചേട്ടൻ ഇത്രയും റൂമൊക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് ഇനി വരാണ്ട് പറ്റൂല. ഇല്ല അപ്പൊ എന്തായാലും അത് നമുക്ക് ലാഭമായി. ഞാൻ തിരിച്ചു വന്നിട്ട് കൂട്ടുകാരൊക്കെ വിസ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചേട്ടൻ എന്തായാലും ക്യാൻസൽ ചെയ്യും. എനിക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നാട്ടിലേക്ക് വരാന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി നാട്ടിൽ വരണം അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എൻ്റെ കമ്പനിക്ക് എനിക്കെന്നല്ല ഞങ്ങളുടെ കമ്പനിയിൽ ഒരാൾക്കും വിസ റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കമ്പനി എന്തോ വലിയൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ്. കുറച്ച് നാളായത്. അപ്പോൾ ഇപ്പം എനിക്ക് ഞാൻ തന്നേക്കെന്ന് വെച്ചാൽ 3 മാസം ടെമ്പററി ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പുറത്തിറങ്ങിയൊക്കെ നടക്കാം, ജോലി ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, നാട്ടിലേക്ക് പോയാൽ തന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടെമ്പററി ആണ്. കമ്പനി നല്ല കമ്പനി ആയിരുന്നു. ഇപ്പം അവർക്കൊരു ഇഷ്യൂ വന്നതായിരുന്നു. ഒന്നുമില്ല, ചേട്ടനൂടെ നിൽക്കണ്ട. എന്തെങ്കിലും അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അതൊരു ടെൻഷനും. അപ്പം ഇതൊക്കെ ഈ യുദ്ധശേഷം അവർക്ക് ബിസിനസ്സൊക്കെ ഡൗൺ ആയി ഭയങ്കര പ്രശ്നമൊക്കെ ആയപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, കമ്പനിയുടെ എന്തോ ഇതാണ്. അപ്പം അങ്ങനെ ആയി നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഞങ്ങൾക്ക് 2 പേരും കൂടി വരാൻ ചിന്തിച്ചത് ഇപ്പോൾ മാറി. എന്തായാലും അടുത്ത മാസം ജൂലൈ 7 വരെ ഉണ്ട്. ലിജിക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടുകയാണെങ്കിൽ അല്ലേ, പക്ഷെ കിട്ടുന്നതെന്നറിയില്ല. എന്തായാലും അതേപോലെ ഇരിക്കട്ടെ. പിന്നെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കയറി പോകും കേട്ടോ. അത് നോക്കൊന്നുമില്ല. അല്ല അത്യാവശ്യം കാര്യങ്ങളെ പോയേ പറ്റൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാലും ലിജി പോയാലും പിന്നെ എനിക്ക് വിസ ഇല്ലാതെ കണ്ട് എനിക്ക് എൻ്റെ വിസ റിന്യൂ ചെയ്താൽ കണ്ട് ഇനി ലിജിക്ക് വീട് തിരിച്ചു വരാൻ പറ്റില്ല. വിസ പിന്നെ അങ്ങനെയല്ല, നമുക്കൊരു പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് വന്നാലും എന്താ. ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും 1 വർഷം പൂർത്തിയാക്കാറില്ല. പൈസ മാത്രമല്ല, പൈസ മാത്രം നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ? അതിപ്പോൾ എല്ലാവരെ പോലെ നമുക്കാവാൻ പറ്റുമോ? പൈസ എന്നല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പൈസ മാത്രം മതി, ബന്ധങ്ങളും വേണ്ട, ഒന്നും വേണ്ട, പൈസ എല്ലാവരും വേണം. പൈസ ഇന്ന് വരും നാളെ പോയി. പൈസ ഉണ്ടെങ്കിലും ആളുണ്ടാവും, പൈസ ഇല്ലെങ്കിലും ആളുണ്ടാവും. അങ്ങനെയാണ്. ഇല്ലെങ്കിലും ആളുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കട്ടല്ലോ. എല്ലാവരും കൂടെ വേണം നമ്മളെ തന്നെ തീരുമാനിക്കും. നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും. പിന്നെ വേറെന്താണ്, പിന്നെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ പോവും. നടക്കാനൊക്കെ പോവും. വേറെ പ്രത്യേകിച്ചായിട്ടുള്ള വിശേഷങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ലിജി, ഇവിടെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞാൻ ലിജിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്താറുണ്ട്. കുറച്ചുള്ളൂ. ഇനിയിപ്പൊ അടുത്ത ട്രിപ്പിന് വെച്ചേക്കാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാൻ കുറച്ചുണ്ട്. ലാങ്ങൊന്നും ഇല്ലെങ്കിലും
അപ്പം ഒരുപാട് 6 മാസം കൊണ്ട് വീട്ടില് 2 കഴിച്ച എല്ലാ ആഴ്ചയും ഞങ്ങൾ പുറത്തു പോകും കേട്ടോ, എല്ലാ ആഴ്ചയും ഇവിടെ ഇരിക്കില്ല. അപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളെ നമ്മളെവിടെ പോകുന്നത്? നാളെ എവിടെ പോകുന്നത്? നാളെ ദൃശ്യം 3 കാണാം. നാളെ ഞങ്ങൾ ദൃശ്യം 3 കാണാൻ പോകും. അവരുണ്ടാവും നമ്മളെ. അതെ, അപ്പം ഞങ്ങൾ റൂമാരും ഉണ്ടാവും. ഞങ്ങൾ 2 കൂട്ടരും കൂടി 4 പേരും കൂടിയും പോകും. അവര് ഫാമിലി, നമ്മ ഫാമിലി. പിന്നെ ഞങ്ങൾ നാളെ ദൃശ്യം 3 കാണും. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എത്ര 2 പടം, മൂന്നാമത്തെ പടം അല്ലേ ഇത്? വാഴ ഉണ്ട്. അതിപ്പോ വേറെ മമ്മൂട്ടി, ഫസ്റ്റ് മമ്മൂട്ടിയുടെ സിനിമ ഉണ്ട്. മമ്മൂട്ടി. പിന്നെ വാഴ 3. വാഴ കണ്ടു. ഇപ്പൊ ദൃശ്യം 3 സിനിമ പോകും. ആ ഒരു സന്തോഷത്തിലുണ്ട്. നാട്ടിലാവുമ്പോ വരുന്ന സിനിമയ്ക്കൊക്കെ ഇടയ്ക്ക് പോകുമായിരുന്നു. എനിക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആര് വിളിച്ചാലും സിനിമയ്ക്ക് പോകും. ആര് വിളിച്ചാലല്ല, നമ്മളെ ബന്ധക്കാര് ആര് വിളിച്ചാലും പോകുന്നത് ഇങ്ങനെ കൂട്ടുണ്ടോ അപ്പോഴേക്കും എന്നാ പിന്നെ എല്ലാം പറയും, നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും. പിന്നെ ഞാൻ ജയിലിലൊന്നും പോവില്ല. ഞാൻ തന്നെ അങ്ങനല്ല. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടം. തിയേറ്ററിൽ ഞാൻ മൊബൈലിൽ കാണില്ല. ടി വി തന്നെ ഞാൻ സിനിമ കാണില്ല. എനിക്ക് ഇഷ്ടമല്ല. ടി വി അവിടെ ഉണ്ടെന്നുള്ളൂ, വാർത്ത കാണും, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ ആരിപ്പോ ഇപ്പൊ ചേട്ടന്മാര് വിളിച്ചാലോ, ചേട്ടന്റെ മക്കൾ വിളിച്ചാലോ, എൻ്റെ അനിയത്തി വിളിച്ചാലോ, എൻ്റെ ആങ്ങളന്മാര് വിളിച്ചാലോ, ആര് റിലേഷനില് കസിൻസ് വിളിച്ചാലും, എൻ്റെ മക്കൾ വിളിച്ചാലും സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുണ്ടല്ലോ ഞാൻ പോകും. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ വിളിച്ചില്ല, എനിക്ക് വേണോ. ഞാൻ വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പോലും വിടാറില്ല. നല്ല സിനിമ എല്ലാം അല്ലേ, ഒരുവിധ സിനിമ മൊത്തം കാണും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. വരുന്ന 45 ദിവസം ഉള്ളൂ. ആ 45 ദിവസത്തിൽ ഇപ്പൊ 2-3 സിനിമക്ക് റിലീസാണ്. കൊടുങ്ങല്ലൂർ അവിടെ റിലീസ് അല്ല വരുന്നത്, റിലീസ് എല്ലാ പടമയ്ക്ക് വരുന്നൊക്കെ കാണും. ഇപ്പൊ ചേട്ടനില്ലെങ്കിലും ഞാൻ മുമ്പ് അച്ഛൻ കിച്ചു, ഇപ്പൊ കല്യാണത്തിന് മുമ്പായാലും അച്ഛൻ്റെ കല്യാണം മുമ്പായാലും അച്ഛൻ ഇല്ലെങ്കിൽ ചിലപ്പോ ഞാനും കിച്ചു, എൻ്റെ അമ്മ, അനിയത്തി, മക്കള് ഞങ്ങൾ ഒരുമിച്ച് പോകും. അവരെ വിളിക്കും എന്തായാലും. അനിയത്തിയുടെ മക്കളും ഉണ്ടാവും അവിടെ പോകുമ്പോഴും. അവരില്ല, അവരെ ഞങ്ങൾ വിളിച്ചു പോകും. അവർക്ക് നമ്മളെല്ലാം ഉള്ളൂ, എന്തിനും നമ്മളെല്ലാം ഉള്ളു. അപ്പൊ നമ്മളത് കണ്ടറിയാലോ. അമ്മയ്ക്കും ഇഷ്ടമാണ് സിനിമ. പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നിട്ട് എന്നുവെച്ചാൽ ഞങ്ങളുടെ വീഡിയോസിന് സൗണ്ട് ഇല്ല, സൗണ്ട് വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത് വരുക ഒരു 2000 രൂപ എടുത്തിട്ട് 2000 രൂപ ആയുള്ളൂ കേട്ടോ. അത്ര പേർത്തൊന്നും ആയില്ല, 2000 രൂപ ആയുള്ളൂ. 2000 അല്ല കേട്ടോ, എത്രയായി ഇവിടുത്തെ ദിനാറല്ലേ, ഒരു 3000 രൂപ താഴെ ആയിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ അത് എൻ്റെ ഈ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. എൻ്റെ ഫോൺ നല്ല ക്ലിയർ ആണ്. പക്ഷെ വെച്ചാൽ എൻ്റെ ഈ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. ആണ് ഇപ്പൊ സൗണ്ട് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല. കാശൊക്കെ കിട്ടി നല്ല ഫോൺ വാങ്ങി, നല്ല ഫോണാണ്. വേറെ ഫോണിൽ സപ്പോർട്ട് നോക്കണം അല്ലേ വാങ്ങിക്കുമ്പോ. സാംസങ് ഫോണിലൊക്കെ സപ്പോർട്ട് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല. ഇതിന്റെ പേര് ഞാൻ പറയൂല, അത് പറയൂല. അതങ്ങനെ നല്ല ഫോണാണ് അല്ല, എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പഴയത് മതി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും വേറെ എന്താണ്, അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ എന്തായാലും വിസ റിന്യൂ ആയില്ലെങ്കിൽ എന്തായാലും നാട്ടിലേക്ക് വരും. അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ വീഡിയോസ്, പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ സംസാരത്തിൽ അതേപോലെ തന്നെ സൗണ്ട് അത് ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല ഒരുപാട് ആൾക്കാർ നല്ല കമൻസ് വരുന്നുണ്ട്. അതേപോലെ
നമുക്ക് നല്ല കമന്റ് കമൻസ് തന്നെയാണ് കൂടുതലും വരുന്നത്, ഇല്ലാത്തൊന്നും വരുന്നില്ല. നമ്മൾ കൂടുതലും മിക്ക വരുന്നവർക്കും നമ്മൾ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിയിലായതിൽ കൂടി എന്നാലും ഞാൻ നോക്കും. അപ്പോൾ കമൻസ് വരുമ്പോഴൊക്കെ നമ്മളത് ലൈക്ക് ചെയ്യാനൊക്കെ തോന്നും. ചില കമൻറ്റ് ഞാൻ കാണാറുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ വന്ന് ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോകും, പുലർച്ചെ പോയിട്ട്. പിന്നെ അതിനിടയ്ക്കൊക്കെ വരുന്ന കമൻസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറേ വൈകിട്ടൊക്കെ ഞാൻ കാണാം, ഞാൻ ഉറങ്ങിപ്പോവും. പിറ്റേ ദിവസമൊക്കെ ഇരിക്കുന്നത് കാണാം. എന്നാലും ഞാൻ ചേട്ടന് ഇഷ്ടമാണ് കമന്റ് ലൈക്കൊക്കെ അടിക്കാനും. അല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു ഹായ് ഇടുന്നാണെങ്കിലും ഒരു ചിന്ന ഒരു കുത്തു പോലും ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്. നമ്മളെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. അഭിപ്രായങ്ങളും നമ്മളും കുറെയൊക്കെ നമ്മ എടുക്കാൻ നോക്കുന്നുണ്ട്. അതെ, നല്ല അഭിപ്രായങ്ങൾ വരുന്നത് ചെറിയ എല്ലാവരും അതേപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മള് കുവൈറ്റിന്റെ ഇവിടെ പോയില്ലേ, പെൺകുട്ടി വന്ന് വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടാ. സെക്യൂരിറ്റി അടുത്ത് പോയിരിക്കുന്നു. അപ്പൊ എന്നോട് വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞ അതെ. അപ്പൊ അതിന്റെ വീഡിയോ ചോദിച്ച് അപ്പൊ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. അപ്പൊ സുമയ്യാണ് ചേച്ചിയുടെ വ്ളോഗൊക്കെ അറിയപ്പെട്ടത് വെച്ചിരുന്നു. എല്ലാവർക്കും ഞങ്ങൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് എന്താ ഇരിക്കുന്നത് ഇങ്ങോട്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നേരത്തെ കേട്ടാ, ബൈ.